ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലം വരെ പോകുന്നതാണ്. കാരണം നമ്മൾ ഓൾറെഡി പോയി, നമ്മളെ സിസ്റ്റർ-ഇൻ-ലോൻ്റെ വീട്ടിൽ പോകാനായിരുന്നു ഇന്നത്തെ പ്ലാന്. അതൊക്കെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ നമുക്ക് കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്തതാണ് നമുക്കൊന്ന് വയലട പോയിട്ട് വന്നാലോ എന്ന്. കാരണം ആളെ വീട് ബാലുശ്ശേരിയാണ്, അപ്പോൾ അവിടുന്ന് കുറച്ചേ ഉള്ളൂ വയലടയ്ക്ക്. അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഉള്ള സ്ഥിതിക്ക് പിന്നെ വല്ലപ്പോഴും കിട്ടുന്നൊരു ചാൻസും ആണല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് വയലട പോയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു 3:30 ആയിട്ടുണ്ട്. നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് വന്നത് ഏകദേശം 10 മണിക്ക് ആയപ്പോഴാണ്. അതൊരു പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ നമ്മളൊന്നും പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല. കാരണം നമ്മളൊരു ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ എടുത്തിട്ടല്ല വീട്ടിൽ നിന്ന് വന്നേ. അപ്പം അവരെ വീട്ടിലുള്ളത് കയ്യിൽ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചു, ഇൻ കേസ് അതെന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ ഞങ്ങൾ വന്നത് വ്യൂ പോയിൻറ്റിലേക്കാണ്. കാരണം നമ്മളിതല്ല പ്ലാൻ ചെയ്തത്. നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് ഒന്ന് ആർമാദിച്ച് വരാമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിൻ്റെ നിയറായിട്ടുള്ള വ്യൂ പോയിൻറ്റിൽ കയറാതെ പോകുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വ്യൂ പോയിൻറ്റ് കണ്ടതിന് ശേഷം നേരിട്ട് വെള്ളത്തിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ കാറ് കുറച്ച് മുന്നേ പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. അത്യാവശ്യം അധികം നടക്കാനുണ്ടായിരുന്നു. പിന്നെ നടന്ന് ഇവിടെ എത്തിയപ്പം ഈ വ്യൂ ഒക്കെ കണ്ടപ്പം നമുക്കതൊരു വർത്തായിട്ട് തോന്നി. അടിപൊളിയായിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ദുബായിൽ നിന്ന് കൊടും ചൂട് കൊണ്ട് ഇവിടെ എത്തി ഇതേപോലത്തെ ക്ലൈമറ്റൊക്കെ കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇത്രയും പേരാട്ടോ വയലടയ്ക്ക് വന്നത്. നീലാടനിയിലില്ല, കാരണം ഫോട്ടോ എടുത്തത് നീലാടനാണ്. കുറച്ചധികം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് വന്ന്. ഇതാണ് നമ്മൾ വിചാരിച്ച പ്ലേസ്. ഇവിടെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാര്യമായിട്ട് ഇറങ്ങിയത്. നാട്ടിൽ വന്നതിന് ശേഷം ഏറ്റവും വർത്തായിട്ട് തോന്നിയത് ഇതാണ്. കാരണം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. വെള്ളം എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. പിന്നെ വെള്ളത്തിൽ നിന്ന് ഞാൻ കയറൂല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. പിന്നെ എനിക്ക് ഓൾറെഡി അലർജി അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്നാലും പിന്നെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലേ, നമുക്ക് ഇങ്ങനത്തെ ഒന്നും ദുബായിൽ നമുക്ക് ഒന്നും കിട്ടൂല. അപ്പം പിന്നെ ഇതൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തു. നമ്മൾ കുറേ വെള്ളത്തിലൊക്കെ കളിച്ചു. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വിചാരിക്കുകയാണ്. കാരണം ഇനിയും ഞാൻ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ എന്നെ അഡ്മിറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ ഓൾറെഡി അലർജി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്, അതറിഞ്ഞ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വെള്ളത്തിൽ ചാടിയത്. പക്ഷേ എങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കരയിലിങ്ങനെ നോക്കി നിൽക്കാൻ പറ്റി ഇവരെ പോലെ. അപ്പം രണ്ടും കൽപ്പിച്ച് ചാടിയതാണ്. നാളത്തെ അവസ്ഥ എന്താവുന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് എന്തായാലും പോവുകയാണ്. ഡ്രസ്സൊക്കെ ഒന്നും മാറ്റുന്നില്ല, തലയൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചതിന് ശേഷം നമ്മൾ കാറിലൊക്കെ കയറിയിരുന്ന് നേരെ വീട്ടിൽ പോവാണ്. ഇതത്ര വലിയ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് എൻ്റെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.